അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞ ഒരു വിശേഷം, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഖുറാനിലെ കാര്യമൊക്കെ പറയുന്നതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. സൗദിയിൽ അവിടെ പുതിയ MBS രാജകുമാരൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പല പ്രവൃത്തികളെന്ന് പറയുന്നത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ്. ആളുകൾ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെയുള്ള പൗരന്മാർ അതുമായിട്ട് കൂടുതലൊക്കെ പൊരുത്തപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. അതിൽ MBSൻ്റെ റോൾ എന്താണെന്നുള്ളത് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുള്ളൂ. പക്ഷേ അവിടെയുള്ള ജിഹാദി ടീമുകൾ മുഴുവൻ, അവിടെയുള്ള ഈ കുത്തിത്തിരിപ്പ് ഇസ്ലാം പൊക്കിപ്പിടിച്ച് നടക്കുന്ന അവിടുത്തെ സമസ്ത, സൗദി അറേബ്യൻ സമസ്ത അല്ലെങ്കിൽ സൗദി അറേബ്യൻ ജമാഅത്തെ ഇസ്ലാമി ടീമുകളെല്ലാം തന്നെ അവിടെ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രൂപത്തിൽ അതിൻ്റെ ഓരോരോ രൂപം, ഇസ്ലാമിൻ്റേതായിട്ടുള്ള രൂപം അവർ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനുള്ള അവസരം കൊടുത്തു 2018-19 അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അവർക്ക് പർദ്ദയൊന്നും ഇടാതെ തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഒരു അവസരം അത് സൗദിയിൽ ഉണ്ടാക്കി കൊടുത്തു. മഹറമില്ലാതെ ഹജ്ജ് ചെയ്യാം, ഉംറയ്ക്ക് പോകാം, പുറത്തിറങ്ങി യാത്ര ചെയ്യാം, ഈവൻ രാജ്യത്തിന് പുറത്തേക്ക് വരെ പോകാം. ഇതുപോലുള്ള പല അവകാശങ്ങളും ഇന്ന് സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ലഭിച്ചതൊക്കെ ഈ MBSൻ്റെ ആ ഒരു ഭരണത്തിൻ്റെ ആ സമയത്താണ്. ഇപ്പോഴും അത് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് നമ്മൾ ഈ അടുത്ത് വരെ പറഞ്ഞതാണ്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു ഈ സൗദി അറേബ്യ, ഇസ്രായേൽ ഇവർ തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ഊഷ്മളമാകുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു നിലയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അന്തിമഘട്ടം അത് എത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഒക്ടോബർ 7 നടക്കുന്നതും അവിടെ ആ യുദ്ധം, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവിടെ നടക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരുന്ന ആ ശ്രമങ്ങൾ അവിടെ മരവിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതൊക്കെ നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിൽ നിന്നെല്ലാമുള്ള ഒരു പിന്നോട്ട് പോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എവിടം വരെ പോകുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അവിടെയാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിലൊക്കെ നടക്കുന്ന ഈ ഒരു മാറ്റം, മുന്നേറ്റം അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിഫോർമേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം നമ്മളെപ്പോഴും പറയാറുണ്ട്. സൗദിയിൽ മാറി എവിടെ മാറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മൊല്ലാക്ക വിചാരിച്ച് ഇതെല്ലാം തിരിഞ്ഞു വരും എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗദി അറേബ്യയിലുള്ള ഈ ഷൂറ കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ടും ഒക്കെ നിന്നിട്ടുള്ള ഇസ്ലാമിക് കമ്മിറ്റികൾ എന്നൊക്കെ വിളിക്കാവുന്ന അത്തരം ബോഡീസ്, അതിൻ്റെ ഉന്നതിയിലൊക്കെ ഇരുന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് സത്യത്തിൽ ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് മൊല്ലാക്കന്മാർ തന്നെയാണ് പുറത്തിറങ്ങി ഈ പണിക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞെന്താണ്, എത്രയൊക്കെ മുന്നോട്ട് പോയി, എത്രയൊക്കെ റിഫോർമേഷൻ ഉണ്ടായി, അതിന് മുന്നോട്ട് പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരു മൊല്ലാക്ക വിചാരിച്ചാൽ ഈ റിഫോർമേഷൻ മുഴുവൻ തലതിരിഞ്ഞ് വരും. അവിടെ MBS ഉണ്ടാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇസ്ലാം അവിടെ മാറിയില്ലേ, റിഫോം ചെയ്യപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാലും ഒരു മൊല്ലാക്ക വിചാരിച്ചാൽ ഇത് തിരിയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു, ഇന്നത് സംഭവിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ അതിനെ പറ്റിയ 1-2 എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം, അതായത് കാഫിറുകളായിട്ടുള്ള ആളുകളോടൊക്കെ പരുഷമായിട്ട് പെരുമാറുക, അതല്ലെങ്കിൽ അവരോട് എങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ 9:5 കാര്യം പറയുന്നു. 9:5 വെളുപ്പിച്ചിട്ട് കുറേ കുട്ടി ഉസ്താദുമാരൊക്കെ വന്നിട്ടുണ്ട്, അവരത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പറയാനുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയും. ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അവർക്ക് അവരുടെ മതം എന്നൊക്കെ പറയുന്ന സാധനമൊന്നും ഇന്ന് നിലവിലില്ല. ദീനിൽ നിർബന്ധം ഇല്ല എന്ന് പറയുന്ന സാധനം ഇന്ന് നിലവിലില്ല. അതിനൊക്കെ ശേഷം ഈ എന്താണ് ദ വേർഡ്സ് ഓഫ് സോഡ് എന്ന് പറയുന്ന ആ ആയത്ത് വന്നുകൊണ്ട് തന്നെ അവിശ്വാസികളായിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ കണ്ടെടുത്ത് വെച്ച് അവരെ വെട്ടിക്കൊന്നേക്കുക എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കരാറുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്. ഏതാണ് ആ കരാർ എന്നൊക്കെ നിങ്ങൾ പൊക്കിക്കൊണ്ടുവരിക. ഇതാണ് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത്. യുദ്ധ സന്ദർഭത്തിലാണെന്ന് പറയുമ്പോൾ ഏത് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് ആ കാര്യം പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ പറയുക. ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും അല്ല അത് പറഞ്ഞത്, അത് യുദ്ധമൊക്കെ കഴിഞ്ഞിങ്ങനെ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ സാധനമാണ്. അപ്പോൾ യുദ്ധ സന്ദർഭത്തിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഏത് യുദ്ധ സന്ദർഭത്തിലാണ് അത് പറഞ്ഞതെന്ന് നിങ്ങൾ പറയണം. അവിടെയാണ് നിങ്ങൾക്കത് പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഈ വഴിക്ക് വരരുത്. ഇനി അതിൽ തന്നെ നിങ്ങൾ അതിൻ്റെ മുകളിലും താഴെയൊക്കെ വായിക്കണം എന്ന് പറയും. മുകളിലും താഴെയും വായിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. മുകളിലും താഴെയും പറയുന്നത് എന്താണ്, അതായത് അവർ വന്നിട്ട് നിങ്ങളോട് അഭയം ചോദിക്കുന്നു, അതുപോലെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, നോമ്പെടുക്കുന്നു, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ അവരെ വെറുതെ വിടും. എന്ന് വെച്ചാൽ മുസ്ലിമായ വെറുതെ വിടണം. ഇതന്നെയല്ലേ നമ്മളും പറയണത്. മുസ്ലിമായ വെറുതെ വിടും, മുസ്ലിമായില്ലെങ്കിൽ വെട്ടിക്കൊല്ലും. ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ
ആ 9:5, 9:29 അങ്ങനെ പല പല ആയത്തുകളിലേക്കൊക്കെ പോയാൽ പറയുന്ന സാധനം ഇത് നമ്മളിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസികൾ വന്നിട്ട് നമ്മളോട് എന്താ പറയാറ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്താണ് അവിടുത്തെ സൗദി അറേബ്യയിൽ ഈ തരം വിശ്വാസികൾ അല്ലാതെയുള്ള ആളുകളുണ്ടായിട്ട് എന്താണ് അവരോട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സംഗതിയാണ് നമുക്കിവിടെ ഇന്ന് കാണാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മളുടെ അംജദ് താഹ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് വന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകൾ ഇത് നാട്ടിൽ അറിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. അംജദ് താഹ എന്ന് പറയുന്നത് UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും നമ്മളിവിടെ എടുക്കുകയും ആളുടെ വ്യൂ പോയിൻറ്റ്സ് നമ്മളിവിടെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ, ഇദ്ദേഹം ഒരു സംഗതിയോട് പ്രതികരിക്കുന്നതാണ് കാണുന്നത്. എന്തിനോടാണ് പ്രതികരിക്കുന്നത് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ദിസ് ഈസ് ബ്ലേറ്റൻറ്റ് റേസിസം. ഇതൊരു പച്ചയായ ഒരു വംശീയതയാണ് ഇവിടെ കാണുന്നത്. ആരോടാണ് ഈ പറയുന്നത്? എ സൗദി അറ്റാക്കിംഗ് ആൻ ഇന്ത്യൻ ഫോർ ബീങ് ഹിന്ദു ആൻഡ് ഫോർ ഓണിങ് എ സ്റ്റാൻഡ് അറ്റ് എ റിയാദ് എക്സിബിഷൻ, ബുള്ളിങ് ദം ആൻഡ് സ്നേറിങ്. ദിസ് ഹിന്ദു കമ്പനി ഡസൻ ഈവൻ ഹാവ് വൺ മുസ്ലിം ഹിയർ. ഇതാണ് ആ സൗദി പറയുന്നത്. ദിസ് ഈസ് ഇഗ്നറൻസ് വെപ്പണൈസ്ഡ് ആൻഡ് അസോൾട്ട് ഓൺ ഡിഗ്നിറ്റി, ഫെയ്ത്ത് ആൻഡ് ഫ്രീ എൻ്റർപ്രൈസ്. India is a great civilization, not a target for sectarian thugs. Business is not a mosque roll call, and faith policing has no place in a modern society. Shameful, disgraceful, absolutely unacceptable. ഇതാണ് അംജദ് താഹ പറഞ്ഞത്. അപ്പോൾ ഇതിന് ആധാരമായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗദിയിൽ നടക്കുന്ന ഒരു എക്സിബിഷൻ, റിയാദ് എക്സിബിഷൻ. ആ എക്സിബിഷനിൽ L&T എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പവലിയൻ, അവിടെ ഒരു ആളുകൾ നിൽക്കുന്നു. അതിൻ്റെ വക്താക്കളായിട്ടുള്ള അതിൻ്റെ ആ ഭാഗം അത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് സൗദി പറയുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ആദ്യം ഒന്ന് കേൾക്കാം. زي ما انتم شايفين الحين يا شباب هذا، ولا بعد زعلان كمان بعد، لانه زعلان انه لاحظتوا الارسنال توربو شركه هندوسيه ولا مسلم واحد هنا موجود، ولا مسلم، وزعلان انه برضه اني ذكرت الشيء هذا للاسف. كان المفروض يحترمون البلد اللي جايين فيها. L&T എന്ന് പറയുന്ന കമ്പനിയുടെ പവലിയനിൽ പോയിട്ട് പറയാണ്, ഇവിടെ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല, ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഈ സംഗതി ഇത് ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഇതൊരു റേസിസാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇത് കളിയാക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പ്രചാരണം അഴിച്ചുവിടുകയാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പേരിൽ അവിടെ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സ്വഭാവം അവിടെ പുറത്തേക്ക് ചാടുകയാണ് ഉണ്ടായത്. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇത് UAE-യിലുള്ള ആളുകൾ ഇത് വിമർശന വിധേയമാക്കി. ലോകത്തുള്ള പല ആളുകൾ ഇത് പറഞ്ഞു. അപ്പോൾ അതിൽ അവർ ചൂണ്ടിട്ട് പിടിച്ചത് UAE-യിലുള്ള ആളുകൾ ഇത് പറഞ്ഞപ്പോഴാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം UAE വേഴ്സസ് സൗദി അറേബ്യ, അവിടെ ഒരു വലിയൊരു അസാരസ്യം അവിടെ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സുഡാനിലെ വിഷയം ആയാലും ശരി, ഇസ്രായേലുമായിട്ടുള്ള വിഷയമായാലും ശരി, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ യമനിലെ വിഷയമായാലും കണ്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. യമനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു സാധനത്തെ അവിടെ UAE ബോംബിടുന്നു എന്ന് പറയുന്നു. എന്നിട്ട് സൗദിയും UAE തമ്മിലുള്ള കച്ചറയൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ യമനിലേക്ക് ഈ സൗദിയും അതുപോലെ തന്നെ UAE-യും ഒരുമിച്ച് ബോംബിട്ടിട്ടാണ് യമനിൽ ഹൂത്തികളെ കൊന്ന് തള്ളിക്കൊണ്ടിരുന്നത്. ഇതാണ് അവിടുത്തെ കഥ. എന്തായാലും വലിയ തമാശയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിച്ചതായിട്ട് കാണുന്നത് ഈ ഒരു സംഗതി പറഞ്ഞു, ഇതൊരു റേസിസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇവിടെ മുസ്ലിങ്ങൾ ഇല്ല, ഒരാൾ പോലും ഇല്ല, ഒക്കെ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതെടുത്ത് വെച്ച് വലിയ ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആളുകളെ, പ്രത്യേകിച്ച് UAE പൗരന്മാരെ അവിടെ കളിയാക്കുന്ന നിലയിലേക്ക് വന്നു. ഇതാണ് ഉണ്ടായത്. അങ്ങനെ പിന്നീട് ഇതിനെതിരെ ട്രോളുകൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ കാണാം ട്രോളുകൾ എങ്ങനെയാണ് ഈ UAE-ക്കാരെ കളിയാക്കുന്നത് എന്നുള്ളത്. സൗദി ഓൺലൈൻ ട്രോൾസ് ആർ കോളിംഗ് UAE സിറ്റിസൺസ് ഇന്ത്യൻ ആസ് എൻ ഇൻസൾട്ട്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ UAE സിറ്റിസൺസിനെ, അതായത് എമിറാത്തികളായിട്ടുള്ള ആളുകളെ സൗദിക്കാരെന്ത് വിളിക്കുന്നു, നിങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് വിളിച്ച് അവരെ കളിയാക്കുന്നു. അവരെ അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മോക്കിംഗ് ദ പ്രസൻസ് ഓഫ് എ ഹിന്ദു ടെമ്പിൾ. അതിന് കാരണം എന്താണ്? UAE-യിൽ ഒരു ഹിന്ദു ക്ഷേത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബാപ്സ് ഈ അടുത്ത് അബുദാബിയിലൊരു വലിയൊരു അമ്പലം പണിതതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ അതിനിവിടെ പറയുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലം നിൽക്കുന്ന സ്ഥലമാണ് UAE. അതിൻ്റെ പേരിൽ അവരെ ട്രോളുന്നു, അവരെ കളിയാക്കുന്നു. എന്നിട്ട് അവരെ വിളിക്കുന്നത് ഇന്ത്യൻ. നിങ്ങളൊക്കെ അറബികളാണോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് us ബി ക്ലിയർ, കോളിംഗ് എസ് ഇന്ത്യൻ ഈസ് നോട്ട് ആൻ ഇൻസൾട്ട്. അപ്പോൾ ഇവർ അതിന് കൊടുക്കുന്ന മറുപടിയാണ് കേട്ടോ. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ പീപ്പിൾ ആർ എമംഗ് ദ ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻ
സിവിലൈസേഷൻസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. ഇത് പറയാൻ എത്ര ഇന്ത്യക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ എത്ര പേർക്ക് സാധിക്കും, മുസ്ലിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും, ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ യു എയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഇമറാത്തികൾ പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്താണ്? ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ പീപ്പിൾ ആർ എമംഗ് ദ ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. എ സിവിലൈസേഷൻ ദാറ്റ് ഗേവ് ദ വേൾഡ് മാത്തമാറ്റിക്സ്, philosophy, medicine and spiritual depth long before many modern states existed. നമ്മൾ അറബികൾ പല അറബിക് ന്യൂമറൽസ് എന്നൊക്കെ വിളിക്കുന്ന സാധനം സത്യത്തിൽ പോയത് ഇന്ത്യയിൽ നിന്നുമാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? We live with India, work with India, grow with India and respect India. ഇതാണ് എമിറാത്തിക്ക് പറയാനുള്ളത്. What is truly shameful is not the UAE's openness, but the racism shown by Saudi trolls toward Indians, a people they rely on economically yet look down on online. This is not strength, this is moral weakness. അവസാനം ഒരു എമിറാത്തി വേണ്ടി വന്നു സൗദിക്കാരുടെ ഉള്ളിലുള്ള ഈ ജീർണിതാവസ്ഥയെ പുറത്തു കൊണ്ടുവരാൻ. കേൾക്കുക. ആസ് ഇന്ത്യൻ വിസ്ഡം ടീച്ചേഴ്സ് അസ് വസുധൈവ കുടുംബകം. ആഹാ, ഇത് നമ്മളിൽ എത്ര പേർക്ക് പറയാൻ കഴിയുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ദ വേൾഡ് ഈസ് വൺ ഫാമിലി. ഹിന്ദുസ് ആർ പ്രൗഡ് നോട്ട് ബിക്കോസ് ദേ ഷൗട്ട് ബട്ട് ബിക്കോസ് ദേ നോ ഹൂ ദേ ആർ. Civilizations do not need insults to feel strong. They stand on knowledge, respect, and time. And history always remembers which civilizations built and which only mocked. അത് ഈ ലോകത്തിന് അറിയാം ഏതൊക്കെ സിവിലൈസേഷൻസ് ആണ് എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കളിയാക്കി സമയം കളഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറയുന്നത് ആരാണ്? ഇത് എമിറാത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എമിറാത്തിനെ പിടിച്ച് ഇനിയിപ്പോൾ സംഖ്യയാക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഈ സൗദി എന്നുള്ള ആളുകൾ ചെയ്യുന്ന, സൗദി അവിടുത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യുന്ന ഈ ട്രോൾ എന്താണെന്നുള്ളത് ഇവിടെ ഒന്ന് കണ്ടോളൂ. യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻസ് മോർ ദാൻ എമിറാത്തി പീപ്പിൾ. ആരോടാ പറയുന്നത്? യു എക്കാരനോട് പറയാണ്. എവറിത്തിങ് ദാറ്റ് കോൺട്രഡിക്ട്സ് ദ റിലീജിയൻ ഓഫ് ഇസ്ലാം യു വിൽ സീ ഇറ്റ് ഇൻ ദ എമിറേറ്റ്സ്. എന്തെല്ലാം സംഗതികൾ ഇസ്ലാമുമായിട്ട് വിരുദ്ധമായിട്ടുണ്ടോ അതെല്ലാം യു എയിൽ കാണും. ഹിന്ദു ടെമ്പിൾസ് ആൻഡ് പോളിതീസ്റ്റിക് ഷ്രൈൻസ്. ഓക്കെ, ബഹുദൈവ ഈ പറയുന്ന അമ്പലങ്ങൾ. And I wouldn't be surprised if the Indians start demanding autonomy after a while. ഇനി ഞാൻ അത്ഭുതപ്പെടുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യക്കാരവിടെ അവർക്കൊരു സ്വയം ഭരണം കൂടി അവിടെ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് താഴെ ഒരു ചിത്രം കൊടുത്തപ്പോൾ അതിൻ്റെ ടൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത് എന്താണ്? പാഗൻ റിച്വൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ മറ്റു മതങ്ങളൊന്നും അവഹേളിക്കാറില്ല, ഞങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്, ഞങ്ങളങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ പറയും. ഖുർആനിൽ മുഴുവൻ ഇതേ ഉള്ളൂ. ബഹുദൈവ ആരാധകർ, അവിശ്വാസികൾ, സത്യവിശ്വാസികൾ, അസത്യവിശ്വാസികൾ, ഇൻജാതി കാര്യങ്ങൾ, നേർമാർഗത്തിൽ പോകുന്നവർ ദുർമാർഗികൾ, ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവഹേളിക്കുന്ന മറ്റു മതക്കാരെ ഇത് അവഹേളനം തന്നെയല്ലേ എന്ന് നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങളിത് ഖുർആൻ കൂടുതൽ ഡിഗ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ സൂറത്ത് ഫാത്തിഹ നിങ്ങളെടുക്കുക, അതിനകത്ത് തുടക്കം നിങ്ങളുടെ ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആ സൂറത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നിങ്ങൾ എഴുതി വെച്ചിരിക്കും, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ ദുർമാർഗികളും അതുപോലെ വഴിപിഴച്ചവരുടെയും ആ മാർഗത്തിലല്ലാതെ എന്ന് പറയുമ്പോൾ ആരാണ് ഈ ദുർമാർഗികൾ, ആരാണ് ഈ വഴിപിഴച്ചവർ? അപ്പോൾ നിങ്ങളെങ്ങനെ, എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ മാത്രം വഴിപിഴയ്ക്കാത്തവർ എന്ന് നിങ്ങൾ തീരുമാനിച്ചത്? ഇത് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്. ഇതേപോലെ മറ്റു മതക്കാർ മുസ്ലിങ്ങൾ മുഴുവൻ വഴിപിഴച്ചവരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അങ്ങനെ പറയാനുള്ള അവകാശം പോലും നിങ്ങൾ കൊണ്ടു നടന്ന് മറ്റുള്ള ആളുകളെ അങ്ങനെ പച്ചയ്ക്ക് ഇത് വിളിച്ചു കൂവി നടക്കുകയും ചെയ്യുക. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഈ ഒരു എമിറാത്തിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? ഇതാണ് ഇതിനകത്തുള്ളത് എന്ന് നമ്മൾ പറയുകയും ഇതാണ് ഇവിടെ എഴുതി വെക്കുന്നത് എന്നും പറയുമ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇത് ഒരു ഭാഗം ഇവർ മാറ്റിവെക്കുന്നു, പക്ഷേ അവരവിടെ എടുത്ത് പരിശോധിച്ച് വിമർശിക്കുന്ന ഭാഗം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരത് പറയുന്നത് അത് സൗദി കൾച്ചറിൻ്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് സൗദി കൾച്ചറിൻ്റെ കുഴപ്പമല്ല, ഇതാണ് ഇസ്ലാമിൻ്റെ കുഴപ്പം. ഇത് ഇസ്ലാം ആരെങ്കിലും യഥാവിധി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയിലെത്തിയാൽ സൗദിക്കാരെന്ത് ചെയ്യുന്നോ, സൗദി പൗരന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നോ അതേപോലെ ചെയ്യും. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അവരേതായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അവരവരുടെ കൾച്ചർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പോട്ടെ, അത് നമ്മൾ തൽക്കാലം വിട്ടുകൊടുക്കണം. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അറബ് കൾച്ചറാണ് സംഗതി. അതിനൊരു മതത്തിൻ്റെ പരിവേഷം ഉണ്ടെന്നേ ഉള്ളൂ. അവിടെയുള്ള കുറേ ലോക്കൽ സാധനങ്ങൾ, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ഭാഷ, ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു കൾട്ട് അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പോട്ടെ, അത് നമ്മൾ വിടുന്നു. പക്ഷേ ഇവിടെ ഈ പറയുന്ന സാധനം, ഈ സൗദിക്കാർ ഈ പറയുന്ന സാധനം, ഇതെല്ലാം തന്നെ ഖുർആനിലുള്ള ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ, അതിലുപയോഗിച്ചിട്ടുള്ള രീതി, ശൈലി എല്ലാം ഒന്ന് തന്നെയാണ്.
ഇതാണ് അവിടുത്തെ ആ ഒരു സാമ്യത എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അവർ ഉപയോഗിക്കുന്ന വാക്ക് പാഗൻ റിച്വൽസ് എന്ന് ഉപയോഗിക്കുന്നു, പൊളിത്തീസ്റ്റിക് ഷ്രൈൻസ് എന്ന് പറയുന്നു. അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും അവിടെ പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിനെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ വിശ്വാസികളോട്, കോയമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞ സാധനം അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, നമ്മുടെ ഇവിടെ കോളിൽ വിളിച്ചിട്ട് എത്ര കാഫിറുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് സൗദിയിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട്. ഖുർആൻ അല്ല, അത് കയ്യിലിരിക്കുന്നത് ഒരു ബൈബിളാണ് എന്ന് കണ്ടപ്പോൾ ചി എന്ന് പറഞ്ഞുകൊണ്ട് അത് കീറി വലിച്ചെറിയുക, അത് ദൂരേക്ക് മാറ്റിക്കളയുക, അത് കൊണ്ടുപോയി കത്തിക്കുക, ഇഞ്ചാതി എല്ലാ പരിപാടികളും നേരിട്ട് അനുഭവമുള്ള കാഫറുകളായിട്ടുള്ള ആളുകൾ ഇവിടെ വിളിച്ചതിൻ്റെ അനുഭവം നമ്മളിവിടെ തന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അവിശ്വാസികളായിട്ടുള്ള ആളുകളോട് തേനും പാലും ഒഴുകുന്ന രീതിയിലൊന്നുമല്ല ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നിട്ടുള്ളത്. പിന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും അതുപോലുള്ള മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ട് കുറച്ചൊക്കെ അഭിനയിച്ചും കുറച്ചൊക്കെ ഉള്ളിലൊതുക്കി ഇങ്ങനെ അടക്കി പിടിച്ചിങ്ങനെ പോവുകയാണ്. അതിങ്ങനെ തരം കിട്ടുമ്പോൾ പുറത്ത് ചാടുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഇതിപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും ഇടപെടുന്ന രീതിയിലേക്ക് വരുന്നത്. മറ്റേത് വല്ല തുക്കട ഏതെങ്കിലും അറബിയോ തുക്കട ഏതെങ്കിലും മുതലാളിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകൾ വരെ അത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കാണാം സൗദി അറേബ്യയിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിലടക്കം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനത്തിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിലടക്കം നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള സംഗതികൾ കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ അതെ മറ്റൊരു ട്രോളൻ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഫോർ ദ സേക്ക് ഓഫ് ഗോഡ് ടേക്ക് എ ഗുഡ് ക്ലോസ് ലുക്ക് അറ്റ് ദ പിക്ചർ. ഒരു പിക്ചർ താഴെ കൊടുത്തിരിക്കുകയാണ്. ബൈ ഗോഡ് ദീസ് പീപ്പിൾ ആർ നോട്ട് അറബ്സ് ആൻഡ് ഡു നോട്ട് ബിലോങ് ടു ദ അറേബ്യൻ പെനിൻസുല നൈദർ ഫ്രം അഫാർ നോർ ഫ്രം നിയർ. ഐ ടെൽ യു ദേ ആർ ഇന്ത്യൻസ്. ബൈ ഗോഡ് ദേ ആർ ഇന്ത്യൻസ്. അപ്പോൾ എമിറാത്തികളായിട്ടുള്ള ആളുകളുടെ ചിത്രം കാണിച്ചിട്ട് അവരെ കളിയാക്കുകയാണ്. ഇവർ അറബികളോ ഈ അറേബ്യൻ പെനിൻസുലയിൽ ബിലോങ് ചെയ്യുന്ന ആളുകളോ അല്ല, അവർ വെറും ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയാം. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇതൊരു അംജദ് താഹയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതിനുശേഷം മറ്റ് ഒരുപാട് ആളുകൾ ഇതുപോലുള്ള സപ്പോർട്ടുമായിട്ട് ഈ ഒരു സംഗതിയെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യക്കാരോടൊപ്പം നിൽക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന 2-3 ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ അംജദ് താഹ, പിന്നെ ഇപ്പോൾ ഈ റൗല എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിസ്റ്റ്. ഇന്ത്യൻസ് ആർ ഹൈലി റെസ്പെക്റ്റഡ്. എനി ഇൻസൾട്ട് ഈസ് റിഫ്ലക്ഷൻ ഓഫ് വൺസ് എൻവിയോൺമെൻറ്റ്. മച്ച് ലവ് ഫ്രം ദ UAE എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയോടൊപ്പം നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഞാനെപ്പോഴും പറയുന്നതാണ്, നമുക്ക് ദേശസ്നേഹമൊന്നും ഇല്ലെങ്കിലും പഞ്ചായത്ത് സ്നേഹമെങ്കിലും വേണം നമ്മൾ പറയാറുണ്ട്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇവരെ കണ്ടെങ്കിലും നമ്മൾ പഠിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി റൗല പറയുന്നത് എന്താണെന്ന് കൂടി ഒന്ന് കേട്ടോളൂ. Shocked that Hindus are participating in an exhibition says more about the mindset than values. I mean, Indians have been building, trading and contributing to this region for decades and decades. I mean, coexistence isn't something new for us. And what's surprising is that in 2026, it still shocks anyone. And by the way, reducing Indians to an insult turns an ancient civilization into a slur. And you don't get to normalize that kind of racial contempt online and then demand dignity and outrage when a film reflects uncomfortable realities. Respect is not selective. Empathy does not switch on only when the narrative becomes inconvenient. And let me say this, real relationships are built through lived coexistence, not performative. The presence of the largest Hindu temple in the UAE is not symbolic. It reflects decades of trust, shared contribution, and mutual respect. That reality matters far more than the disbelief of those still struggling to accept basic coexistence. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ഡെമോക്രസിയിലുള്ള ചില ആളുകളൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പറയാറുണ്ട് നമ്മൾ. ഈ ഡെമോക്രസി എല്ലാവർക്കും ഒരേപോലെ സൂട്ടബിൾ ആവുന്ന സംഗതിയൊന്നും അല്ല എന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഡെമോക്രാറ്റിക് ആവുന്ന ഒരു നില വന്നപ്പോൾ അംബേദ്കർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇന്ത്യ ഇസ് നോട്ട് റെഡി ടു ബിക്കം എ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മളിവിടെ അത്തരത്തിലുള്ള ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനൊന്നുമല്ല എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അംബേദ്കർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ UAE-യിൽ ഡെമോക്രസിയാണ് അവിടെ ഏറ്റവും നല്ലത് എന്ന് നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം UAE-യിൽ അത് സൂട്ടബിൾ അല്ല എന്ന് മാത്രമല്ല, അവിടെ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾക്ക് ഇത് അവിടെ പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അത് അവിടെയുള്ള ആ സാഹചര്യം അത് ഒരുക്കുന്നതിൽ അവിടെയുള്ള രാജാക്കന്മാർ, നോട്ട് ദ വേർഡ് രാജാക്കന്മാർ, അവരുടെ ആ വിഷൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യം കൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ന് ഈ നിലയിൽ ഉയർന്നു വരാൻ സാധിച്ചിട്ടുള്ളത്. അവർ സംസാരിക്കുന്നത് കോ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ്. അവർ സംസാരിക്കുന്നത്
എന്താണ് ടു ലിവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അതായത് കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. അവിടെ എനിമീസിനെ ഉണ്ടാക്കുന്നതിന് പകരം കോഎക്സിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വിട്ടുവീഴ്ചകളെക്കുറിച്ച് പറയുന്നു, അവർ വന്ന വഴിയെക്കുറിച്ച് ഓർക്കുന്നു, അവർ സിംബോളിക്കായിട്ട് മാത്രമല്ല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്കറിയാം UAE എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക അറബ് രാഷ്ട്രമാണ് നമ്മൾ പറയാറുണ്ട്. 57 രാഷ്ട്രം എണ്ണുമ്പോൾ അതിലൊന്നാണ് UAE. പക്ഷേ ഇതേ UAE-യിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഹിന്ദു ക്ഷേത്രം കാണാൻ കഴിയുക, അതുകൊണ്ട് മറ്റു പലതും കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു ജൂത റബ്ബിയെ അവിടെ കൊലപ്പെടുത്തിയ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ കൊലപ്പെടുത്തിയ ആ കുറ്റവാളികളെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യമാണ് UAE എന്ന് പറയുന്നത്. ആ രീതിയിലാണ് അവർ ചെയ്തു വെച്ചത്. പിന്നെ നമ്മൾ പറയാറുള്ള അബ്രഹാമിക് അക്കോർഡ്സ് അതിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന ഒരു രാജ്യം, മിഡിൽ ഈസ്റ്റിൽ അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണിയെടുക്കുന്ന രാജ്യം അതാണ് ഈ മിഡിൽ ഈസ്റ്റ്, ഈ പറയുന്ന UAE. പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ ഇസ്രായേലിലേക്ക് നമ്മൾ നടത്തിയ യാത്രയായാലും അവിടെ ഉണ്ടായിട്ടുള്ള ഇത്തരം ഓർഗനൈസേഷൻസ് പലതും ഈ അബ്രഹാം അക്കോർഡ്സിൻ്റെ ഭാഗമായിട്ട് ആ ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാത്രമല്ല അതിന് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ രാജ്യം അത് നിങ്ങളെടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയോ രാജ്യങ്ങളാണ് ഫണ്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അതിൽ പ്രധാനമായിട്ട് വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് UAE, 2 ബഹ്റൈൻ, അതുപോലുള്ള പിന്നെ ഒമാൻ, ഇതുപോലുള്ള രാജ്യങ്ങളാണ് അതിൽ വരുന്നത്. ഇവരൊക്കെയാണ് ഇതിന് പലതിലും ഫണ്ട് ചെയ്യുന്നത്. അതിലൊന്നും തന്നെ ഈ സൗദി അറേബ്യ അല്ല, ഖത്തറില്ല. ഖത്തറൊക്കെ ഇതിൻ്റെ എനിമി സ്ഥാനത്താണ് വരുന്നത്. അതാണ് രസം. ഇതിനെങ്ങനെയെങ്കിലും തുറക്കം വെക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് അവരിത് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അംജത്താഹ തന്നെ മുന്നേ ഇത് പറഞ്ഞ് ഒരു UK-യിലെ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്ന ഒരു വാചകമുണ്ട്, നമ്മളിവിടെ മുന്നേ പ്ലേ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, ഡെമോക്രസി ഈസ് നോട്ട് ഒരു എന്താ പറയുക, ഒരു സിംഗിൾ പിൽ വിച്ച് ക്യാൻ ക്യൂർ എവറി പ്രോബ്ലം. അങ്ങനെ ഒരു ലെവലിൽ കാണേണ്ട സാധനമല്ല. ഓരോ സ്ഥലത്തിനും ഓരോ ജനതയ്ക്കും സൂട്ടബിൾ ആവുന്ന തരത്തിലുള്ള സാധനമാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അത് സൂട്ടബിൾ അല്ല, അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള സാധനം ഇത് തന്നെയാണ്. ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ആ അഭിപ്രായ പ്രകടനങ്ങൾ, അതിൻ്റെ പിന്നിൽ നമ്മളിവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയാത്ത കാര്യമാണ് അവിടെ മൊണാർക്കിയിൽ നിന്നുകൊണ്ട് അവരവിടെ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അതാണ് ഇതിലെ പ്രത്യേകത എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതുപോലുള്ള ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നു. ഇവർ തന്നെ പങ്കുവെക്കുന്ന പല പോസ്റ്റുകളും കാണുകയാണ്. മോദിയെയൊക്കെ പ്രശംസിക്കാനുള്ള ആ ഒരു അവകാശം അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്, നമുക്കതില്ലാതെ പോയി. നമ്മൾ പറഞ്ഞ ഉടനെ സംഖ്യയാവും. അവിടെ അവരെഴുതി വെക്കുന്നതാണ്, അവർ റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യൻസ് റൺ ഫാർ ഡീപ്പർ ദാൻ എനി ഇൻസൾട്ട് എ Saudi throws at them. Yes, we have the largest Hindu temple, and that fact alone speaks volumes. The respect and warmth are mutual, but built over decades of trust, coexistence, and genuine human connection. It goes deeper than any cheap slur or online noise because it is rooted in lived reality, shared contribution, and mutual dignity. ഇതാണ് അതിൽ ഉയർത്തി വെക്കുന്ന കാര്യം. ഇത് ഇതൊന്ന് ഏറ്റുപറയണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത് നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയാം. ഇപ്പോൾ പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ചേരി തിരിഞ്ഞ് നിന്ന് അടിയാണ്, പാർട്ടി തിരിഞ്ഞ്, സംസ്ഥാനങ്ങൾ തിരിഞ്ഞ്, പഞ്ചായത്ത് തിരിഞ്ഞ്, ജില്ല തിരിഞ്ഞ് വരെ അടിയാണ്. അവിടെയാണ് നമ്മളിത് ഒന്ന് വായിക്കണം എന്നാണ് ഞാൻ പറയാം. ഇനി ഇതൊരു ഇന്ത്യൻ സ്ലറിൽ നിൽക്കുന്നതല്ല. ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ വരുന്ന മറ്റൊരു ആംഗിൾ ഉണ്ട്. അത് ഈ ജൂതവിരുദ്ധതയാണ്. ജൂതവിരുദ്ധത വീണ്ടും തലപൊക്കിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ. ജൂതർക്കെതിരെ നടത്തുന്ന ആ ഒരു സംഗതി, അതിൻ്റെ മോട്ടിവേഷൻ എന്താണ്? അതിൻ്റെ മോട്ടിവേഷൻ വീണ്ടും ഇസ്ലാമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, കർക്കത് മരം നട്ടുപിടിപ്പിക്കും, അതിൻ്റെ പിന്നിൽ ജൂതൻ ഒളിക്കും, കല്ലിൻ്റെ പിന്നിൽ ജൂതൻ ഒളിക്കും, കല്ലും മരങ്ങളും വിളിച്ചു പറയും, ഓ മുസ്ലിമേ എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, വന്ന് കൊല്ലടാ എന്ന് വിളിക്കും. പക്ഷേ ഒരു മരം ഒഴികെ, ഏതാണ് ആ മരം? അതൊരു കർക്കത് മരമാണ്. ആ മരം ജൂതൻ്റെ മരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവസാനത്തെ ജൂതനെ കൊന്നു തള്ളുന്നത് വരേക്കും ലോകം അവസാനിക്കില്ല എന്ന് പറയുന്ന ഈ മണ്ടൻ കഥയൊക്കെ വിശ്വസിച്ചിട്ട് ആണ് ഇവിടുത്തെ കാക്കമാർ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ ടൂറെന്നും പറഞ്ഞു കൊണ്ടുപോയിട്ട് ഈ കഥയൊക്കെ പറഞ്ഞ് അവിടെ റീൻഫോഴ്സ് ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാബി ഇൻസ്പയർസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഞാൻ കുറേ ആളുകൾ വീഡിയോ അയച്ചു തന്നു, ഗർക്കത് മരം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടുന്ന് പോകുന്ന ആളുകൾ മരുഭൂമിയിലേക്ക് നോക്കിയിട്ട് ആ മരം കാണിച്ചാൽ അതെ അതാണ് ഗർക്കത് മരം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ഇവരെ പറ്റിക്കുകയാണ്. അങ്ങനെ ഒരു മരം ഈ ജൂതന്മാർക്കില്ല. അവരുടെ മരം, ജൂതന്മാരുടെ മരം എന്ന് നിങ്ങൾ ഇനി ഒരു മരത്തെ പേരിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർക്കത് മരമല്ല, അത് ഒലിവ് ട്രീ ആണ്. ഒലിവ് മരമാണ് ജൂതന്മാരുടെ മരം. അത് അവരുടെ വിശ്വാസപരമായിട്ട് അത് കണക്റ്റഡാണ്. അവരുടെ പഴയകാല കുഴിച്ചെടുത്താൽ പോലും കിട്ടുന്ന സാധനങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഒലിവ് മരങ്ങൾ, ഒലിവിൻ്റെ ഇല, ഇതെല്ലാം അവിടെ കാണാൻ പറ്റും.
ഒലിവ് എന്ന് പറയുന്ന സാധനമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മരമായിട്ട് നമുക്ക് എണ്ണാൻ കഴിയാം. ഇനി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന സാധനം എന്താണ്? ഗർക്കത്ത് മരം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഈ മരുഭൂമിയിൽ വളരുന്ന ഒരു പുല്ല് പോലൊരു സാധനം, അതൊരു ഷ്രബാണ്. ആ ഷ്രബ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇത് മരമെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു എന്താണ് ക്രൈറ്റീരിയ ടു ക്ലാസിഫൈ സംതിങ് ആസ് എ മരം. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ പാലിക്കുന്നില്ല. ഇതൊരു കുറ്റിച്ചെടിയാണ്, ഈ കുറ്റിച്ചെടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് മരം എന്ന് പറയും. ഇത് ഇനി നിങ്ങളത് സമ്മതിക്കുക, ഓക്കെ ഇത് മരമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഈ മരം എവിടെ ഉണ്ടാവുക? ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഈ സാധനം വളരെ എവിടെയാണ്? അത് മരുഭൂമിയിലേ വളരുള്ളൂ. ഇസ്രായേലിൽ എല്ലായിടത്തും മരുഭൂമി അല്ലല്ലോ. ഇസ്രായേലിൻ്റെ സദേൺ പാർട്ടിലാണ് മരുഭൂമി. നോർത്തേൺ പാർട്സിലേക്ക് പോയി കഴിഞ്ഞാൽ മലകളും ഈവൻ അങ്ങേ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് വരെ പെയ്യുന്ന സ്ഥലമാണ്. സ്കീയിങ് സെൻറ്റേഴ്സ് വരെ ഉണ്ട്. വിൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞിലൂടെ ഐസിലൂടെ സ്കേറ്റിംഗ് വരെ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ എവിടെയാണ് ഈ ഗർക്കത് മരം? എൻ്റെ പൊന്ന് കാക്കാമാരെ. അപ്പോൾ നിങ്ങൾ ഈ ജൂതൻ മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയണം, സദേൺ ഇസ്രായേലിലുള്ള ജൂതനാണോ നോർത്തേൺ ഇസ്രായേലിലുള്ള ജൂതനാണോ ഈ പറയുന്ന ഗർക്കത് മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുക എന്ന് കൃത്യമായിട്ട് പറയണം. ഇവിടെ നിങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ അങ്ങ് പറയുകയാണ് ഇത് ഗർക്കത് മരം ഉണ്ടെന്ന്. ഗർക്കത് മരം സദേൺ ഇസ്രായേലിലേ ഉള്ളൂ. ഈ പറയുന്ന ഷ്രബ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സാധനം അത് സദേൺ ഇസ്രായേലിലേ ഉള്ളൂ, അത് നോർത്തേൺ ഇസ്രായേലില്ല. എന്നാൽ ഒലിവ് മരമാണെങ്കിലോ അത് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട്. അത് അവരുടെ വിശ്വാസപരമായൊരു കാര്യമാണ്, അത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒലിവ് മരത്തെ അല്ല കാണിച്ച് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഗർക്കത് മരം എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം കാണിക്കുന്ന സമയത്ത് അവിടെ കാണിക്കാറ് ഈ ഒലിവ് മരത്തെ ആണ് താനും. അതും അവിടുത്തെ ഒരു തമാശയാണ്. ഇങ്ങനെ പലതരം വിഷയങ്ങളാണ്. അപ്പോൾ സാബി ഇൻസ്പയറിനോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മണ്ടന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൂടുതൽ മണ്ടന്മാരാക്കുന്ന ഈ യാത്ര നടത്തുന്നതിൽ വലിയ നന്ദിയുണ്ട്. നമ്മുടെ പണി കൂടുതൽ എളുപ്പമാവുകയാണ് ചെയ്തത്. പക്ഷെ ഒറ്റ വിഷമേ എനിക്കുള്ളൂ, ഈ പോക്കാണ് പോണേന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ കഞ്ഞികൂടി വല്ലാതെ മുന്നോട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മുട്ടാനുള്ള സാധ്യതയാണ്. കാരണം നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാക്കാമാർ പെട്ടെന്ന് ഈ മണ്ടത്തരമൊക്കെ മനസ്സിലാക്കി മതം വിടുന്ന അവസ്ഥ വന്നാൽ, തിരിയുന്ന ഒരവസ്ഥ വന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ ആരും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കഞ്ഞികൂടി ഈ ബിരിയാണി തീറ്റ നിങ്ങൾ മുട്ടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു അഭ്യർത്ഥന. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ തരത്തിൽ ഈ സൗദി അറേബ്യ ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഇടയിൽ അതിനുവേണ്ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നടക്കമുള്ള ജൂതവിരുദ്ധമായ പരാമർശങ്ങൾ എടുത്ത് കളയുന്നു. അവരുടെ സ്കൂൾ മാപ്പുകളിൽ നിന്ന് ഈവൻ പാലസ്റ്റൈൻ്റെ മാപ്പ് വരെ ഡിലീറ്റ് ചെയ്യുന്നു. ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പതിയെ ചില കാര്യങ്ങൾ തിരിച്ചു വരുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി ടെക്സ്റ്റ് ബുക്കിലൊക്കെ വന്ന് അച്ചടിച്ച് വരുമ്പോൾ അത് മോണിറ്റർ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. SE ഇമ്പാക്റ്റ് എന്നൊക്കെ ഇമ്പാക്റ്റ് SE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സ്കൂൾ എഡ്യൂക്കേഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഗതികൾ മോണിറ്റർ ചെയ്യുന്ന ഇസ്രായേലി ബോഡീസ് ഉണ്ട്. നമ്മൾ അവരുമായിട്ടുള്ള ചർച്ച നടത്തിയതിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഇനി കൂടുതൽ ഇത് മോണിറ്റർ ചെയ്തിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്സിൻ്റെ ഒക്കെ ചിത്രം കിട്ടുമ്പോൾ നമുക്കത് അപ്പോൾ പറയാം. ഏതായാലും ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഓൺലൈൻ മീഡിയ, ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം തന്നെ ജൂതവിരുദ്ധത വർദ്ധിച്ചിരിക്കുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്നത് കുറേ മൊല്ലാക്കന്മാരാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന് കൂടെ ഈ വിശ്വാസം തലയ്ക്ക് പിടിച്ചുള്ള കുറേ അവിടുത്തെ സൗദി കോയമാരുമാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതിലൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇവിടെ അംജദാഹയുടെ കയ്യിലിരിക്കുന്ന സാധനം ഒരു ജൂതനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു എലിയുടെ രൂപത്തിലാണ്. അപ്പോൾ ഇതിന് വലിയൊരു സാമ്യത ഉണ്ട്. ആരുമായിട്ടാണ്? ഹിറ്റ്ലറിൻ്റെ കാലഘട്ടവുമായിട്ട്. കാരണം ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ അവിടെ വിളിച്ചിരുന്നത് എന്താണ്? ജ്യൂ റാറ്റ് എന്നാണ്, ജൂത എലി എന്ന് തന്നെയാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് ചിത്രം വരെ പബ്ലിഷ് ചെയ്ത് അവരെ കളിയാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എല്ലാം തിന്നു തീർക്കുന്ന, കരണ്ട് തിന്നുന്ന ഒരു ജന്തുവാണ്, എല്ലാത്തിൻ്റെയും പ്രശ്നം, എല്ലാത്തിൻ്റെയും പിന്നിൽ ജൂതനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സ്ലർ. ഇതാണ് അന്ന് അവിടെ ഉപയോഗിച്ചിരുന്നത്. ജൂതവിരുദ്ധതയുടെ ഏറ്റവും അത്യുന്നതങ്ങളിൽ എന്നൊക്കെ പറയാം. അപ്പോൾ ജ്യൂ റാറ്റ് വാസ് എ നാസി സ്ലോഗൻ യൂസ്ഡ് ഇൻ ജർമ്മനി. Today, Saudi Arabia has rebranded anti-Semitism. Anyone countering Muslim Brotherhood terrorists is labeled by Saudis as a Jew rat. I dare you, Ali Shihabi, to delete this anti-Semitic cartoon എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ തമ്മിലുള്ള അടി നടക്കുകയാണ്. സൗദിയും UAEയും തമ്മിലുള്ള, പൗരന്മാർ തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അവരുപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ജ്യൂ റാറ്റ് എന്ന് അവിടെ പണ്ട് ഹിറ്റ്ലർ ഉപയോഗിച്ച സാധനം തന്നെ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലൊന്നും നിൽക്കുന്നില്ല. ഇവിടെ ഹിറ്റ്ലറിൻ്റെ ഫോട്ടോ തന്നെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾ. അതിൽ മറ്റൊരെണ്ണം കാണാം. ഇൻ എ ഷോക്കിംഗ് ഡിസ്പ്ലേ ഓഫ് റോ anti-Semitism, an Islamist Saudi account close to the government crossed every red line, posting an image of Adolf Hitler and glorifying the darkest symbol of hatred in modern history. Why is Saudi allowing anti-Jew, anti-Israel and pro-Nazi
കോണ്ടൻറ്റ്. ഇതാണ് ആൾ ചോദിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യുന്നത് ഇവരുമായിട്ട് ക്ലോസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൊല്ലാക്കന്മാരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൗദി ആയിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയണം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ 2 കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. സൗദി അറേബ്യ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ഈ മതം തലയ്ക്ക് പിടിച്ച ആളുകളും മതം ഭരിക്കുന്ന സ്ഥലങ്ങളും എന്താണ് ഉണ്ടാക്കുക. മറ്റുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഇറാനിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അഫ്ഗാനിസ്ഥാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അടിമത്തം വരെ അവർ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ വീണ്ടും കാണുകയാണ് സൗദി അറേബ്യയിൽ അവിടെയുള്ള ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ, അതിനെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതമാണെന്ന് നമ്മൾ പറയും. അവർക്കത് മനസ്സിലാവുന്നില്ല. അവരതിനെ ആൻറ്റി സെമിറ്റിസമായിട്ടും അവരതിനെ സിവിലൈസ്ഡ് അല്ലാതെ ആയി പോകുന്നതിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ് അവരവിടെ ചിത്രീകരിക്കുന്നത്. അവർക്കത് പറയാൻ കഴിയുന്നില്ല, പോട്ടെ, അത് നമ്മൾ വിടുന്നു. പക്ഷേ നമുക്കിത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു. ഇതിനെ അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ബേസിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മതമാണ്. അത് സൗദിക്കാർ പറയുന്നുണ്ട്. It is not Islamic. Anything you can find as something as anti-Islamic, you will find it in UAE എന്നാണ് പറയുന്നത്. അതാണ് അതിൽ പറഞ്ഞ വാക്ക്. അതായത് അനിസ്ലാമികമായ എന്തെങ്കിലും സാധനങ്ങൾ, ഇസ്ലാമുമായി വിരുദ്ധമായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നേരെ UAE നോക്കിയാൽ മതി എന്നാണ് നേരത്തെ എഴുതി വെച്ച് കണ്ടത്. അപ്പോൾ അവിടെ ഇസ്ലാം ഉണ്ട് എന്നും ഇസ്ലാമികമായിട്ടാണ് കാര്യങ്ങൾ അവർ വിലയിരുത്തുന്നത് എന്നും എൻ്റെ കാര്യമല്ല, എൻ്റെ വാദമല്ല, അത് സൗദിക്കാർ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയാം ഇവിടെ കാഫിറുകളോട് പരുഷമായിട്ട് പെരുമാറണം, കാഫിറുകളെ ഈ രീതിയിൽ കാണണം, അവർ നമ്മളിൽപ്പെട്ടവരല്ല, അവരെപ്പോഴും മാറ്റി നിർത്തുന്ന രീതിയിൽ കാണണമെന്ന് പറയുന്നത് ഇതൊരു വെറും പറച്ചിലല്ല, ഇത് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിട്ട് മാറുകയാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ L&T എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പാവലിയനിൽ പോയിക്കൊണ്ട് ഇവിടെ മുസ്ലിങ്ങളൊന്നുമില്ല, ഇത് മൊത്തം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു റേഷ്യൽ ഒരു കമൻറ്റ് പാസ്സാക്കിക്കൊണ്ട് അതിനെ ആ രീതിയിൽ വിലയിരുത്തുന്ന സൗദിയെ നമ്മളിവിടെ കണ്ടത്. ഇനി ഇത് നിങ്ങളൊന്ന് ഓർക്കുക. പിന്നെ ഇത് സംബന്ധിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ വലിയ വീഡിയോ ഒന്നും ആരും ചെയ്ത് കണ്ടില്ല, പക്ഷേ യാദൃശ്ചികമായിട്ട് നമ്മുടെ സുഹൃത്ത് ചെയ്തതായിട്ട് കണ്ടു, മുഹമ്മദ് നസീർ. അപ്പോൾ അദ്ദേഹം ചെയ്ത വീഡിയോ ആണ്. അദ്ദേഹത്തോട് പെർമിഷനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്തായാലും നല്ലൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈലുണ്ട്, അതുകൂടാതെ യൂട്യൂബിൽ ഒരു പ്രൊഫൈലുണ്ട്, മുഹമ്മദ് നസീർ, NAZEER. അപ്പോൾ അവിടെ പോയി നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോസും ഇതുപോലുള്ള സാധനങ്ങൾ കാണാം. അദ്ദേഹം ഫെബ്രുവരി 2 മുതൽ എക്സൽ വ്യാപകമായി പങ്കിടപ്പെട്ട ഒരു വീഡിയോ, സൗദി എടുത്ത വീഡിയോ. لانه زعلان انه لاحظوا الارسنال توربو شركه ഈ هندوسيه കമ്പനിയിൽ ഒരു മുസ്ലിം ولا مسلم واحد ولا مسلم وزعلان انه برضه اني ذكرت الشيء. വീഡിയോയെ കുറിച്ച് എമിറാത്തി വിശകലന വിദഗ്ധൻ അംജദ് താഹ. ഇന്ത്യ ഒരു മഹത്തായ നാഗരികതയാണ്, വർഗീയത തീവ്രവാദികൾക്കുള്ള ഉന്നമല്ല. ബിസിനസ് പള്ളിയിൽ ഓക്കെ, നിങ്ങൾ വായിച്ചാൽ മതി, പോസ് ചെയ്യും. Guys, seeing someone online shocked that Hindus are participating in an exhibition says more about the mindset than values. I mean, Indians have been building, trading, and contributing to this region for decades and decades. I mean, coexistence isn't something new for us. ഇതാണ് അമ്പലം, ബാബ്സ് ഹിന്ദു. There are Saudi online accounts using the word Indian as an insult and mocking the presence of a Hindu temple in the UAE. First of all, being associated with India is not an insult. India is one of the oldest and greatest civilization in the human history. മുഹമ്മദ് നസീർ പേര് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.